അതിലേന്ന് വ്യക്തി ആസ് എ പേഴ്സൺ എന്ന നിലയിൽ എനിക്ക് അത്ര താല്പര്യമുള്ള ആളല്ല. ബിക്കോസ് അതായത് ആ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചുള്ള അല്ലെങ്കിൽ ആ കുട്ടിയുടെ ചിന്തകൾ ആ പ്രായത്തിൽ വരുന്ന ഒരു പെൺകുട്ടിയുടെ ചിന്തകളല്ല അവർക്കുണ്ടായ തിക്താനുഭവങ്ങളായിരിക്കാം. എങ്കിലും ഒരു തെറ്റും ചെയ്യാത്ത നമ്മളിലേക്ക് പെരുമാറുന്ന രീതി, പിന്നെ ബാക്ക് സ്റ്റാബിങ്, കള്ളത്തരങ്ങൾ, ഇതെല്ലാം ഉണ്ട്. അതൊരു ഗെയിം സ്ട്രാറ്റജി മാത്രമായിട്ട്. പിന്നെ എനിക്കൊരു പേഴ്സണൽ അനുഭവം അതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ അവർ ഇറങ്ങിയതിന് ശേഷം മാത്രമേ, അത് എനിക്ക് ചാനലിൽ പറയാൻ പറ്റത്തില്ല, ഇറങ്ങിയതിന് ശേഷം മാത്രം ക്ലിയർ ആക്കാൻ വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് അവർ മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ ഞാനത് ഒരു പക്ഷേ ഈ ചാനലിൽ വന്നോ എൻ്റെ ചാനലിലൂടെ പറയും. അതുവരെ ഞാൻ അതിന് സൈലന്റ് കീപ്പ് ചെയ്യുവാണ്. അതുകൊണ്ടാണ് എനിക്ക് പേഴ്സണലി അതിന് ഇഷ്ടമല്ലാത്തത്. അതുപോലെ നൂറയോ? നൂറ ഈസ് എ നൈസ് പേഴ്സൺ. അവരൊരു ജെന്റിൽ ഗേൾ, അവളുടെ ഒരു കൾച്ചറുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അവർ പൊതുവെ സൈലന്റ് ആണ്. നൂറയൊക്കെ എങ്ങനെയാണോ ടിക്കറ്റ് ഫിനാലിൽ എത്തിയെന്ന് എനിക്ക് ഇപ്പോൾ അറിയണം. അവരൊന്നും ഒരുപാട് ഗെയിമൊന്നും അവിടെ കളിക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷെ ചില ടാസ്കുകൾ അവർ എൻഡുറൻസ് ടാസ്കിൽ, അതായത് ഭയങ്കര ക്ഷമ, ഇപ്പം കണ്ണിൽ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ ഏറ്റവും കയ്പുള്ള സാധനം ഒരു എക്സ്പ്രഷനും ഇല്ലാതെ കഴിക്കുക, ഇതൊക്കെ നൂറയ്ക്ക് പറ്റും. അങ്ങനെ കുറേ സ്പെഷ്യാലിറ്റി അവർക്കുണ്ട്. ഇല്ലെന്ന് പറയാം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട് അവിടെ. ആരും മോശക്കാരല്ല.